രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് പക്ഷങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും അവരുടെ ഐഡിയോളജിക്കൽ ബേസിൽ നിന്ന് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മാറും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഹർഷൻ പറഞ്ഞതുപോലെ RSS വളരെ റൂട്ടഡ് ആയിട്ടുള്ള RSS ആയിട്ടുള്ള വളരെ ചെറുപ്പകാലം തൊട്ട് RSS പ്രവർത്തകനായിട്ട് വന്ന ഒരാൾ അദ്ദേഹം മത്സരിക്കുന്നു NDAക്ക് വേണ്ടിയിട്ട്. ഏതെങ്കിലും തരത്തിൽ RSSന് പുറത്തുള്ള ആളുകളോ അല്ലെങ്കിൽ BJPക്ക് പുറത്തുള്ള ആളുകളോ കുറച്ച് ഒരു പൊതു വ്യക്തിത്വം എന്ന നിലക്ക് കണക്കാക്കപ്പെടുന്ന എന്തെങ്കിലും കലാ കായിക അത്തരം അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയുടെ മറ്റ് സാമൂഹ്യ മേഖലകളിൽ നിന്നുള്ള ആളുകളൊന്നും സെലക്ട് ചെയ്യാതെ നേരെ അവരവരുടെ റൂട്ടിലേക്ക് പോയിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് സ്വന്തം നേതാവിനെ തന്നെ കൊണ്ടുവന്ന് ഈ പ്രധാനപ്പെട്ട അതും രാജ്യത്തെ ഭരണഘടനാ പദവിയുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ പദവിയാണല്ലോ ഇത്, അതിലേക്ക് ആളുകളെ കൊണ്ടുവന്നു NDA, BJP, കേന്ദ്ര സർക്കാർ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പുറത്താണെങ്കിൽ വിശാലമായിട്ടുള്ള ഈ BJP വിരുദ്ധ മുന്നണി എന്ന് വെച്ചാൽ മതേതരത്വ മുന്നണി അവരുടെ ഒരു ആളിനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഐക്കണിക്കായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരാളെ വെച്ചിരിക്കുന്നു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രണ്ട് പക്ഷവും അവരവരുടെ റൂട്ടുകളിലേക്ക്. ഈ രണ്ടാമത്തെ പക്ഷം സുദർശൻ റെഡ്ഡിയെ കൊണ്ടുവന്നിരിക്കുന്ന പക്ഷത്തിനകത്ത് ഈ രാഷ്ട്രീയമായിട്ട് RSSൽ നിന്നൊരാളെ കൊണ്ടുവന്ന NDAയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനം എന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടെ ഉള്ളത് കൂട്ടിച്ചേർക്കാനുള്ളത് അദ്ദേഹം രാഷ്ട്രീയക്കാരനെ അല്ല എന്നതാണ്. അതായത് അദ്ദേഹം രാഷ്ട്രീയക്കാരനെ അല്ല, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധം നേരത്തെ ഇല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ പദവിയിൽ മാത്രം വന്നിരുന്ന ഒരാളാണ് സുദർശൻ റെഡ്ഡി. പക്ഷേ അതിൻ്റെ കാരണം അതിന് ഈ പ്രത്യയശാസ്ത്രപരമായുള്ള കാരണം ഇവർക്കുള്ളത് ഈ ഭരണഘടനാപരമായിട്ടുള്ള പദവികളിലേക്ക് വല്ലാത്ത തോതിൽ ഹാർഡ് കോർ ആളുകളെ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നു എന്നതിനുള്ളൊരു മറുപടിയായിട്ട് കൂടിയായിരിക്കണം ഒരുപക്ഷേ ഇന്ത്യ സഖ്യം ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം RSSകാർ അല്ല കടുത്ത രാഷ്ട്രീയം ഉള്ള പ്രത്യയശാസ്ത്ര ദൃഢതയുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ രാഷ്ട്രീയക്കാർ ഈ ഭരണഘടനാ പദവികളെ ദുരുപയോഗം ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു എന്നൊരു ആക്ഷേപം കൂടെ വിമർശനം കൂടെ ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള വിശാല മുന്നണിക്ക് എന്നതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയമായിട്ട് മിസ്യൂസ് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നിലപാടിനുള്ള ആളെ കൂടെ നിർത്തി എന്ന് വേണം നമ്മൾ അതിനകത്തേക്ക് കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്.